limit x tends to infinity, 1 by x is equal to 0, which is equal to limit x tends to minus infinity 1 by x. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ limit x tends to infinity 1 by x equal to 0 അല്ലെങ്കിൽ limit x tends to minus infinity 1 by x equal to 0. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു limit x tends to infinity f of x equal to L എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് എപ്സിലോൺ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു k കണ്ടുപിടിക്കാൻ പറ്റണം such that whenever x greater than k, f of x minus L ന്റെ മോഡുലസ് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കണം. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഇസ് ഈക്വൽ ടു എൽ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് എപ്സിലോൺ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു k കണ്ടുപിടിക്കാൻ പറ്റണം such that whenever x greater than k, modulus of f of x minus L is less than epsilon. അങ്ങനെയാണെങ്കിൽ ഈ പോർഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ കാണിക്കേണ്ടത്? നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് 1 by x ആ, എല്ലിന്റെ സ്ഥാനത്ത് 0 അപ്പൊ നമുക്ക് എന്ത് കാണിക്കണം? ഫോർ എവറി എപ്സിലോൺ greater than 0 there exists a k greater than k such that whenever x greater than k, modulus of 1 by x minus 0 is less than epsilon എന്നല്ലേ കാണിക്കേണ്ടത്? എഫ് ഓഫ് എക്സ് മൈനസ് എല്ലിന് പകരം നമുക്ക് എന്താ കാണിക്കേണ്ടത്? ഏത് എപ്സിലോൺ എടുത്താലും അതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു k കണ്ടുപിടിക്കാൻ പറ്റും such that എന്താണ്? whenever x greater than k, modulus of 1 by x minus 0 is less than epsilon. ഇങ്ങനെ ഒരെണ്ണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. അപ്പോൾ നമുക്ക് ഈ കണ്ടീഷൻ എപ്പോഴാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കിയാൽ പോലെ നമുക്ക് കാണിക്കേണ്ടത് ഏത് എപ്സിലോൺ എടുത്താലും അതിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു k ഉണ്ട് എപ്സിലോണെ ഡിപ്പെൻഡ് ചെയ്ത് such that whenever x greater than k, modulus of 1 by x minus 0 is less than epsilon. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഓരോ എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു k കണ്ടുപിടിക്കാൻ പറ്റും such that whenever x greater than k, modulus of 1 by x minus 0 is less than epsilon. അപ്പോൾ നമ്മൾ 1 by x മൈനസ് 0, അപ്പോൾ നമ്മൾ എക്സ് പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. എക്സ് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുവാണെങ്കിൽ 1 by എക്സും പോസിറ്റീവ്, അപ്പോൾ മോഡുലസ് മാറ്റുന്നതിന് പ്രശ്നമാണ്. അപ്പോൾ 1 by എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 1 by എപ്സിലോൺ ആയാൽ പോലെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇൻഇക്വാളിറ്റി തിരിഞ്ഞു വരും. എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ 1 by എക്സ് പോസിറ്റീവ് ആണ്. 1 by എക്സ് പോസിറ്റീവ് ആകുമ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇൻഇക്വാളിറ്റി തിരിഞ്ഞു വരും. അപ്പോൾ നമ്മൾ 1 by എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുന്നതിന് തുല്യമായിട്ട് നമുക്ക് എക്സ് ഗ്രേറ്റർ ദാൻ 1 by എപ്സിലോൺ എടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഓരോ എപ്സിലോൺ ഫിക്സ് ചെയ്യുമ്പോഴും ഇപ്പോൾ നമ്മൾ എപ്സിലോൺ എടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് k be a number greater than 1 by epsilon എടുത്താൽ k be a number greater than 1 by epsilon നമ്മൾ എടുക്കുവാണെങ്കിൽ k എപ്സിലോണെ ഡിപ്പെൻഡ് ചെയ്തല്ല. അപ്പോൾ എപ്സിലോൺ നമ്മൾ 0.1 ആണെങ്കിൽ k greater than 1 by 0.1, എപ്സിലോൺ നമ്മൾ 0.2 ആണ് എടുക്കുന്നതെങ്കിൽ k greater than 1 by 0.2. അപ്പോൾ നമ്മൾ ഇവിടെ ഏത് എപ്സിലോൺ എടുത്തോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു k എപ്സിലോണെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും such that എന്താണ് പറയുന്നത്? whenever epsilon greater than 0, if we choose k greater than 1 by epsilon, then modulus of 1 by x minus 0 will be less than epsilon for all x greater than k. x greater than k വരുമ്പോൾ x greater than k എന്ന് പറയുമ്പോൾ എന്ത് വരും? x greater than 1 by epsilon. x greater than 1 by epsilon വരുമ്പോൾ 1 by x less than 1 by x less than epsilon എന്ന് വരുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മൾ ഏത് എപ്സിലോൺ എടുത്താലും ആ എപ്സിലോണെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്കൊരു k കണ്ടുപിടിക്കാൻ പറ്റും such that whenever k greater than 1 by epsilon, modulus of 1 by x minus 0 is less than epsilon for all x greater than k. x greater than k വരുമ്പോഴെല്ലാം 1 by x minus 0 is less than epsilon എന്ന് പറയും. അപ്പോൾ x greater than k വരുമ്പോഴെല്ലാം 1 by x minus 0 is less than epsilon. അപ്പോൾ ഒരു k എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ വാല്യൂ, ആ നമ്പറിന് ശേഷമുള്ള എപ്പോഴും f of x ഉം 0 തമ്മിലുള്ള ഡിഫറൻസ് ലെസ് ദാൻ എപ്സിലോൺ ആണ്. So we can say that limit x tends to plus infinity, x greater than k ആയതുകൊണ്ട് limit x tends to plus infinity, f of x is equal to 0 അല്ലെങ്കിൽ f of x എന്ന് പറയുന്നത് 1 by x ആണ്. അപ്പോൾ നമുക്ക് limit x tends to 0, x tends to plus infinity, f of 1 by x is equal to 0 എന്ന് കിട്ടും. അപ്പോൾ മനസ്സിലായെന്ന് നോക്കിയേ. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഓഫ് ദ ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1 by x 0 ആണ്. മനസ്സിലായോ?
നമ്മൾ പറയണോ? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 1/x 0 എന്ന് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാണിക്കണം? ഏത് എപ്സിലോൺ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു k കണ്ടുപിടിക്കാൻ പറ്റും ഡിപ്പെൻഡിങ് ഓൺ എപ്സിലോൺ സച്ച് ദാറ്റ് വെനെവർ എക്സ് ഗ്രേറ്റർ ദാൻ k മോഡുലസ് ഓഫ് 1/x മൈനസ് 0 ഈസ് ലെസ് ദാൻ എപ്സിലോൺ. ഇതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എസ് ഏത് വാല്യൂ ആണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എക്സ് പോസിറ്റീവ് ആയിട്ട് എടുക്കുമ്പോൾ 1/x പോസിറ്റീവ് ആണ്, 1/x ലെസ് ദാൻ എപ്സിലോൺ എന്നുള്ള കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 1/epsilon ആകുമ്പോൾ 1/x ലെസ് ദാൻ എപ്സിലോൺ വരുന്നുണ്ട്. Therefore, if for every epsilon greater than 0, if we choose k greater than 1/epsilon, k greater than 1/epsilon വരുമ്പോൾ x greater than k എടുക്കുമ്പോൾ x greater than 1/epsilon ആണ് വരുന്നത്. അപ്പോൾ x greater than k വരുമ്പോഴെല്ലാം നമുക്ക് 1/x minus 0 less than epsilon എന്ന് കിട്ടും. Therefore, we can say that limit x tends to infinity 1/x is equal to 0. Okay ആണോ? Okay. ഇനി നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? സെക്കൻഡ് പാർട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി എഫ് ഇസ് ഈക്വൽ ടു 0 എന്നാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി 1/x ഈക്വൽ ടു 0. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഡെഫിനിഷൻ അനുസരിച്ച് ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി f is equal to L എന്ന് പറയണമെന്നുണ്ടെങ്കിൽ for every epsilon greater than 0 there exists a k such that whenever x greater than x less than infinity ആയതുകൊണ്ട് x less than minus k വരുമ്പോഴെല്ലാം modulus of f of x minus L is less than epsilon. ഇവിടെ x less than k എന്നിട്ടാലും മതി, minus k ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. whenever x less than k modulus of f of x minus L less than epsilon എന്ന് കാണിക്കണം. ഇവിടെ f of x ന് സ്ഥാനത്ത് നമുക്കുള്ളത് 1/x. അപ്പം modulus of 1/x minus 0 less than, ഇവിടെ 1/x minus 0 less than epsilon എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പം x ലെസ് ദാൻ ഫോമിൽ വരുന്നത് കൊണ്ട് x നെഗറ്റീവ് വരാമല്ലോ. അപ്പം മോഡുലസ് ഓഫ് 1/x ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുമ്പോൾ മൈനസ് എപ്സിലോൺ ലെസ് ദാൻ 1/x ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് വരും. അതിൽ നമ്മൾ ഈ പാർട്ട് എടുക്കുവാണെങ്കിൽ മൈനസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ 1/x എന്ന് കിട്ടും. ഇവിടെ മൈനസ് എപ്സിലോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് നമ്പർ ആണ്. അപ്പം മൈനസ് 1/epsilon വിൽ ബി ഗ്രേറ്റർ ദാൻ x എന്ന് വരുമല്ലോ. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ മൈനസ് 1/epsilon ഈസ് ഗ്രേറ്റർ ദാൻ, റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇൻഇക്വാളിറ്റി തിരിഞ്ഞു വരും. അപ്പം മൈനസ് 1/epsilon ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്, അല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ മൈനസ് 1/epsilon. അപ്പോൾ ഈ കണ്ടീഷൻ എപ്പോഴാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? മോഡുലസ് ഓഫ് 1/x മൈനസ് 0 ഈസ് ലെസ് ദാൻ എപ്സിലോൺ വെൻ എക്സ് ലെസ് ദാൻ മൈനസ് 1/epsilon. അപ്പം നമ്മൾ എപ്സിലോണ് കറസ്പോണ്ടിങ് ആയിട്ട് k എപ്സിലോൺ ഇസ് ഈക്വൽ ടു, നമ്മൾ k എപ്സിലോൺ ബി എ നമ്പർ ഗ്രേറ്റർ ദാൻ 1/epsilon എടുക്കുവാണെങ്കിൽ k എപ്സിലോൺ ബി എ നമ്പർ ഗ്രേറ്റർ ദാൻ 1/epsilon എടുക്കുമ്പോൾ എക്സ് ലെസ് ദാൻ k മൈനസ് k എന്ന് പറയുമ്പോൾ എക്സ് ലെസ് ദാൻ മൈനസ് 1/epsilon ആവുമല്ലോ. സോ വി ക്യാൻ സേ ദാറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി 1/x ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി 1/x ഈക്വൽ ടു 0 കിട്ടാൻ വേണ്ടി നമ്മൾ മോഡുലസ് ഓഫ് 1/x മൈനസ് 0 ലെസ് ദാൻ എപ്സിലോൺ എവിടെയാണ് വരുന്നതെന്ന് നോക്കി. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എക്സ് ലെസ് ദാൻ മൈനസ് 1/epsilon വരുമ്പോഴാണ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് k എന്ന് പറയുന്നത് 1/epsilon എടുക്കുവാണെങ്കിൽ, k 1/epsilon അതിലോ കൂടുതലോ എടുക്കുവാണെങ്കിൽ whenever x less than minus k എടുക്കുമ്പോഴെല്ലാം നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി 1/x is equal to 0 എന്ന് കിട്ടും.